ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അഗൈൻ UK Edu Plus. എല്ലാവർക്കും UK Edu Plus ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് +2 പരീക്ഷയ്ക്ക് ഇക്കണോമിക്സിൽ നിന്ന് ചോദിക്കാവുന്ന ഓണപ്പരീക്ഷയ്ക്ക് ഇക്കണോമിക്സിൽ നിന്ന് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി UK Edu Plus ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇക്കണോമിക്സിൻ്റെ പരീക്ഷയ്ക്ക് ഓണപ്പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും 3 ചാപ്റ്റേഴ്സ്, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് 1, 2, 3 ഈ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ട 3 തരം സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ച് ചോദിക്കാം. പ്രധാനപ്പെട്ട 3 തരം സമ്പദ് വ്യവസ്ഥകൾ. ഒന്നാമത്തത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, 2 സോഷ്യലിസ്റ്റ് ഇക്കണോമി, 3 മിക്സഡ് ഇക്കണോമി. നമുക്കറിയാം, ഇതിൽ ഒന്നാമത്തെ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 1 സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം, പിന്നെ ലാഭമാണ് ലക്ഷ്യം, പിന്നെ വില സംവിധാനം. ഇനി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, അതിൻ്റെ പ്രത്യേകതകൾ: പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, സാമൂഹ്യക്ഷേമമാണ് ലക്ഷ്യം, ആസൂത്രണ സംവിധാനം. ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 സമ്പദ് വ്യവസ്ഥകളെയും കുറിച്ച് എഴുതിയാൽ മതി. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പ്ലസ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, ഇത് രണ്ടും കൂടി ചേർന്നാൽ അത് മിശ്ര സമ്പദ് വ്യവസ്ഥയാവും. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഏതൊക്കെ രാജ്യങ്ങളിലാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? ആൻസർ USA, UK. ഇനി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഓൾഡ് ചൈന, USSR. ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ത്യ. ഇത്രയും എഴുതുക മതി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കും. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. 3 പ്രശ്നങ്ങളാണ് നിലവിലുള്ളത്. 1 എന്ത് ഉൽപ്പാദിപ്പിക്കണം, 2 എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, 3 ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതിൽ ഒന്നാമത്തെ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് വിഭവ വിനിയോഗ പ്രശ്നത്തെക്കുറിച്ചാണ്. ഇനി എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത് വിതരണ പ്രശ്നമാണ്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഈ 3 അതായത് 1 എന്ത് ഉൽപ്പാദിപ്പിക്കണം, 2 എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, 3 ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. എന്താണ് ഉൽപാദന സാധ്യതാ വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? ആൻസർ ഇങ്ങനെയാണ്: ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യകളും പൂർണ്ണമായും കാര്യക്ഷമമായും ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ വിവിധ കോമ്പിനേഷനുകളെ സംയോജിപ്പിച്ച് വരയ്ക്കുന്ന വക്രമാണ് ഉൽപാദന സാധ്യതാ വക്രം, PPC. ഒരു പ്രാവശ്യം കൂടിയും പറയാം: ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യകളും പൂർണ്ണമായും കാര്യക്ഷമമായും ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ വിവിധ കോമ്പിനേഷനുകളെ സംയോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു വക്രമാണ് ഉൽപാദന സാധ്യതാ വക്രം. ഇനി ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ പ്രത്യേകതകൾ ചോദിക്കുകയാണെങ്കിൽ, 1 ഇത് ഇടത്തോട്ടാണ്, അതായത് താഴേക്കുള്ള മാറ്റം, ഇടത്ത് നിന്ന് വലത്തോട്ടാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്.
ചലനം. ഇനി ഇടത്തോട്ട് മാറുക എന്ന് പറയുമ്പോൾ അത് വിഭവങ്ങളുടെ കുറവിനെ സൂചിപ്പിക്കുന്നു. ഇനി വലത്തോട്ടുള്ള അല്ലെങ്കിൽ മുകളിലേക്കുള്ള മാറ്റം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുക. ഓക്കെ ആണല്ലോ? യെസ്. ഇനി മറ്റൊരു ചോദ്യമാണ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. പ്രധാനമായിട്ടും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. എന്താണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം? അതിൽ ഒന്ന് സമ്പദ് വ്യവസ്ഥയുടെ, അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സമ്പദ് വ്യവസ്ഥയുടെ വ്യക്തിഗത ഭാഗങ്ങൾ വിശകലനം ചെയ്യുന്നു. പിന്നെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ വരുമാനം, ഒരു സ്ഥാപനത്തിൻ്റെ ലാഭം, ഒരു ഉൽപ്പന്നത്തിൻ്റെ വില നിർണ്ണയം. ഇനി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ വിശകലനം ചെയ്യുന്നു, മൊത്തം സാമ്പത്തിക സ്വഭാവത്തെ പഠിക്കുന്നു. ഇനി സമ്പദ് വ്യവസ്ഥയുടെ തീരുമാനങ്ങളെടുക്കൽ കൈകാര്യം ചെയ്യുന്നു. ഉദാഹരണങ്ങൾ GDP, ദേശീയ വരുമാനം, മൊത്തം ചോദനം, മൊത്തം പ്രദാനം, വില നിലവാരം, തൊഴിലില്ലായ്മ, വിനിമയ നിരക്ക്. ഇതൊക്കെയാണ് ഇതിലെ വ്യത്യാസം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഇങ്ങനെ അറിഞ്ഞിരിക്കുക. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ വ്യക്തിഗത ഭാഗങ്ങൾ വിശകലനം ചെയ്യുന്നു. എന്നാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിലാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും കൂടിയും പഠിച്ചിരിക്കാം. ഇനി അതുപോലെ ഒന്ന് ചോദിക്കാം, സീമാന്ത അവസര ചെലവ് എന്നാൽ എന്ത്? അപ്പോൾ അതും പഠിക്കണം. അതായത് ഒന്നാമത്തെ സാധനത്തിൻ്റെ ഉൽപ്പാദനം ഒരു യൂണിറ്റ് കൂട്ടാനായി രണ്ടാമത്തെ സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ത്യജിക്കേണ്ടി വരുന്ന അളവിനെയാണ് സീമാന്ത അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ സാധനത്തിൻ്റെ ഉൽപ്പാദനം ഒരു യൂണിറ്റ് കൂട്ടാനായി രണ്ടാമത്തെ സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ത്യജിക്കേണ്ടി വരുന്ന അളവിനെയാണ് സീമാന്ത അവസര ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവരും വളരെ വൃത്തിയായിട്ട്, ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും വളരെ വൃത്തിയായിട്ട് പഠിച്ചു പോവുക. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററും മൂന്നാമത്തെ ചാപ്റ്ററാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വരും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പഠിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് എല്ലാവരും പഠിച്ചു പോവുക. അപ്പോൾ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ടാവും, അതുപോലെ മൂന്നാമത്തെ ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓണപ്പരീക്ഷയ്ക്ക് 1, 2, 3, അതായത് മൈക്രോ ഇക്കണോമിക്സ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത 2, 3ലേക്ക് പോവും. ഓക്കെ ആണല്ലോ? അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.